ഇന്നെല്ലാവരും പണത്തിന് പിന്നാലെയുള്ള നെട്ടോട്ടത്തിലാണ്. ഇതിനിടയിൽ കുടുംബത്തിനൊപ്പം ചിലവഴിക്കാൻ പലർക്കും സമയം കിട്ടാറുമില്ല. ഇത് ബന്ധങ്ങൾ അകന്നു പോകാൻ കാരണമാകുന്നു. വിശ്രമിക്കാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. ഇതുമൂലം ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ അലട്ടുന്നവരേറെയാണ്. ഇതിനിടെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിനും വൈകാരിക അകൽച്ചയ്ക്കും ഇടയിൽ ചൈനയിൽ അത്ഭുതകരമായ ഒരു പ്രവണത ഉയർന്നു വരികയാണ്. എന്താണെന്നല്ലേ? മാൻ മംസ്. എന്താണ് പ്രവണതയുടെ പേര്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്ത്രീകളെ ആലിംഗനം ചെയ്യാനെത്തുന്ന പുരുഷന്മാരെയാണ് മാൻമംസ് എന്ന് പറയുന്നത്. 5 മിനിറ്റ് ആലിംഗനം ചെയ്യാൻ ഇവർ സ്ത്രീകളിൽ നിന്നും പണം ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് പലരും സ്ത്രീകളെ പരിചയപ്പെടുന്നത്. തുടർന്ന് പണത്തെക്കുറിച്ച് സംസാരിച്ച് തീരുമാനമാക്കിയതിനു ശേഷം പൊതുസ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുകയും ആലിംഗനം ചെയ്യുന്നതുമാണ് മാൻമംസിന്റെ സേവനം. ഇവർക്കിടയിൽ പ്രണയം എന്ന വികാരമില്ല, മറിച്ച് സ്ത്രീകൾക്ക് ആലിംഗനം വഴി വൈകാരിക ആശ്വാസമാണ് ലഭിക്കുന്നത്. പണം നൽകിയുള്ള ആലിംഗനം വ്യക്തമായ അതിരുകളും ആദരവുള്ള ഇടപെടലും ഉറപ്പാക്കുന്നുവെന്ന് പല സ്ത്രീകളും പറയുന്നുണ്ട്. മാൻമം അല്ലെങ്കിൽ പുരുഷ അമ്മ എന്ന പദം ഉപയോഗിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ശാരീരികമായി ശക്തരായ പുരുഷന്മാർ അമ്മയെ പോലെ സ്വാതന്ത്ര്യം നൽകുന്നു എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ആലിംഗനത്തിന് 20 മുതൽ 50 യുവാൻ വരെയാണ്, ഏകദേശം 200 മുതൽ 600 രൂപ വരെ ഈടാക്കുന്നുണ്ട്. സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മാളുകളോ പാർക്കുകളോ പോലുള്ള പൊതുസ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതും പതിവാണ്. നിരവധി പുരുഷന്മാരാണ് ഇപ്പോൾ ഇതിലേക്ക് കടന്നു വരുന്നത്. ഷൗ എന്നൊരു യുവാവ് കൂട്ടത്തിൽ ആലിംഗനം ചെയ്തത് 1758 യുവാനിൽ കൂടുതൽ സമ്പാദിച്ചു, അതായത് ഏകദേശം 21,000 രൂപ. ഇതൊരു പാർട്ട് ടൈം ജോലിയായിട്ടാണ് യുവാക്കൾ കാണുന്നത്. മാനസിക സമ്മർദ്ദമോ ഒറ്റപ്പെടലോ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ആശ്രയമാകാൻ തനിക്ക് സാധിക്കുന്നുവെന്ന് യുവാവ് പറഞ്ഞു. അപരിചിതരെ കെട്ടിപ്പിടിക്കുന്നത് ആത്മവിശ്വാസവും ആത്മാഭിമാനവും വളർത്താൻ സഹായിച്ചതായി മറ്റൊരാൾ പറയുന്നു. എന്തുകൊണ്ട് പണം നൽകി ആലിംഗനം ചെയ്യാൻ ആളെ കണ്ടെത്തുന്നു എന്ന ചോദ്യത്തിന് സ്ത്രീകൾക്കും കൃത്യമായ മറുപടിയുണ്ട്. കുട്ടിക്കാലത്ത് തനിക്ക് കിട്ടിയ ആലിംഗനം സുരക്ഷിതത്വം തോന്നിപ്പിച്ചു. പഠനം മൂലമുള്ള ഉത്കണ്ഠയ്ക്കിടയിൽ ആ സുരക്ഷിതത്വ ബോധം തിരിച്ചുപിടിക്കാൻ ആഗ്രഹിച്ചു. അതിനാണ് പണം നൽകി ആളെ കണ്ടെത്തിയതെന്നാണ് ഒരു യുവതി പറയുന്നത്. മറ്റൊരു യുവതി ഒരു സബ്വേ സ്റ്റേഷനിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട പുരുഷ അമ്മയെ കണ്ടുമുട്ടി. യുവതി അദ്ദേഹത്തിന് കാപ്പി വാങ്ങി നൽകി. ഒരു പുസ്തകവും സമ്മാനമായി കൊണ്ടുവന്നു. തുടർന്ന് അദ്ദേഹത്തെ കുറച്ചു നേരം കെട്ടിപ്പിടിച്ചു. പരീക്ഷകൾ, സ്കൂൾ താല്പര്യങ്ങൾ എന്നിവയെക്കുറിച്ച് അവർ പിന്നീട് ചർച്ച ചെയ്തു. ആലിംഗനത്തെക്കാൾ എന്നെ സന്തോഷിപ്പിച്ചത് ഒരു അപരിചിതനിൽ നിന്നുള്ള ഊഷ്മളതയാണെന്നാണ് യുവതി പറയുന്നത്. ഇതൊരു കെട്ടിപ്പിടിക്കലിനെ കുറിച്ച് മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന ഒറ്റപ്പെട്ട ലോകത്തിലെ വൈകാരിക ആവശ്യങ്ങളെ കുറിച്ച് കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നതെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. സ്പർശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. ഇന്ന് ഇത് പലപ്പോഴും നിറവേറ്റാൻ സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്.